We are going to start. Take page number 22. Page number 22. In the last class, we completed the lesson. The echoing green. നമ്മൾ കഴിഞ്ഞു അല്ലേ? Echoing green പോലെ എടുത്തല്ലേ? ഒന്ന് വായിച്ചേ ഷോൺ ഷാജൻ. The echoing green. The echoing green. The sun does arise and make happy the skies. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush sing louder around to the bells cheerful sound. While our spots shall be seen on the echoing green, old John with the white hair does laugh away care, sitting under the oak among the old folk. They laugh at our play, and soon they all say, such were the joys when we all girls and boys in our youth time were seen on the echoing green till the little ones were weary, no more can be merry. The sun does descend, and our spots have an end around the laps of their mothers. The many sisters and brothers, like birds in their nest, are ready for rest. The and spot no more seen on the darkening green. Okay. പോയ എല്ലാവർക്കും മനസ്സിലായതല്ലേ? ഫെയ്ത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ല. Turn on a video. Next one, enjoy the poem. Write the answers. Our first one, give the titles to the 3 verses of the poem using some of these words. നോക്കാം. നമ്മുടെ പോയം ഫസ്റ്റിൽ എന്താണ്? അവിടെ തന്നിരിക്കുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് വെച്ചിട്ട് നമ്മുടെ പോയത്തിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ആക്ടിവിറ്റി, give the titles to the 3 verses of the poem using some of these words. Okay, ഈ വേർഡ്സ് വെച്ചിട്ട് നമ്മുടെ പോയത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആ വേഴ്സസ് അവിടെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മിസ് പറഞ്ഞു തരാം, നിങ്ങൾ അത് നോട്ട്ബുക്കിലേക്ക് പിന്നെ എടുത്ത് എഴുതിയാൽ മതി. ഫസ്റ്റ് വൺ, ബിഗിനിങ്, ഡ്യൂറിങ്, എൻഡ്, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ ഓഫ് ദ ഡേ. ഒരു ദിവസത്തിലെ മോർണിംഗ് പറയുന്നുണ്ട്, ഡ്യൂറിങ് പറയുന്നുണ്ട്, ആൻഡ് ഈവനിങ് പറയുന്നുണ്ട്. ഉണ്ടല്ലേ ഈ പോയത്തില്? ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സൺ റൈസസ് ദ സ്കൈ എന്ന് പറയുന്നുണ്ട്, ആൻഡ് ഇറ്റ് ബ്രൈറ്റൻസ് ദ സ്കൈ എന്ന് പറയുന്നുണ്ട് അല്ലേ? കാരണം എന്താ? അത് മോർണിംഗ് ആണ്. ഇറ്റ് ഷോസ് ദാറ്റ് ഈസ് മോർണിംഗ്. അത് കഴിഞ്ഞിട്ട് ഡ്യൂറിങ് കാണിക്കുന്നുണ്ട്. ഡ്യൂറിംഗിലല്ലേ നമ്മുടെ ഓൾഡ് ജോൺ അവിടെ ഇരുന്നിട്ട് കുട്ടികൾ കളിക്കുന്നത് നോക്കുന്നത് അല്ലേ? ലാസ്റ്റ് എന്താ? സൺ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയായി? മോർണിംഗ്, ഡ്യൂറിങ് ആൻഡ് ഈവനിങ്. ഫസ്റ്റ് വൺ നോക്കുക, മോർണിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻസ നോക്കിയേ. The sun does arise and make happy the skies. Sun arise, അതായത് ഉദിച്ചു വരുന്നുണ്ട്, and it makes the sky pleasant. The merry bells ring to welcome the spring. The skylark and thrush, the birds of the bush sing louder around to the bell's cheerful sound, while our sports shall be seen on the echoing green. Okay, അതെന്താണ് പറയുന്നത്? ഏത് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്? ബിഗിനിങ്ങില്. ബിഗിനിങ് എന്ന് വെച്ചാല് മോർണിംഗിൽ നടക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായോ? അത് മോർണിംഗിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇനി ഡ്യൂറിംഗിൽ നോക്കുക. നെക്സ്റ്റ് സ്റ്റാൻസ, ഓൾഡ് ജോൺ വിത്ത് വൈറ്റ് ഹെയർ does laugh away where, sitting under the oak among the old folk, they laugh at our play, and soon they all say, such were the joys when we all girls and boys in our youth time were seen on the echoing green.
ഇത് ഏത് സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ്? ഡ്യൂറിംഗിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ലാസ്റ്റ് സ്റ്റാൻസ് നോക്കൂ മക്കളെ. Till the little ones weary, no more can be merry. The sun does descend, and our sports have an end. Round the laps of their mothers, many sisters and brothers, like birds in their nest, are ready for rest, and sports no more seen on the darkening green. Last വരിയിൽ തന്നെ പറഞ്ഞു darkening green ആണ് അല്ലേ? നമ്മുടെ ആദ്യത്തെ ബ്രൈറ്റ്നെസ് എല്ലാം പോയി പിന്നെ എന്തായി? ഡാർക്ക്നെസ് വന്നു. അതിനർത്ഥം എന്താ? രാത്രിയായി, ഈവനിങ് ആയി, രാത്രിയായി. ഫസ്റ്റ് നോക്കാം. Till the little ones weary, no more can be merry. The sun does descend. അവിടെ അസ്തമിക്കുന്നത് വരെ, സൺ അസ്തമിക്കുന്നത് വരെ. ആ സമയം എന്താണ്? ഈവനിങ് ആണ് അല്ലേ? ഈവനിങ്ങിനല്ലേ സൺ അസ്തമിക്കുന്നത്. ഓക്കെ. And our sports have an end. Around the laps of their mothers, many sisters and brothers, like birds in their nest. ഓക്കെ, കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കളിച്ചും അടുത്ത് ക്ഷീണിച്ച് വൈകുന്നേരം അമ്മേന്റെ ഏച്ചിന്റെ ഏട്ടനൊക്കെ മടിയിൽ പോയി കിടക്കുന്നുണ്ട്. For taking rest and ready for the rest, and sports no more seen on the darkening green. ലാസ്റ്റ് സ്റ്റാൻസില് ഈവനിങ്ങിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, എൻഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സ്പോർട്സിന്റെ ബിഗിനിങ് പറഞ്ഞു, സ്പോർട്സിന്റെ ആ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളെ കുറിച്ച് പറഞ്ഞു, സ്പോർട്സിന്റെ എൻഡ് പറഞ്ഞു. അതായത് മോർണിംഗ്, ഡ്യൂറിംഗ് ആൻഡ് ഈവനിങ്. മനസ്സിലായോ? നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് എടുത്തെഴുതാം? നിങ്ങൾക്ക് എങ്ങനെ ടൈറ്റിൽ കൊടുക്കാം? മോർണിംഗ് എന്ന ടൈറ്റിൽ കൊടുക്കാം നോട്ട്ബുക്കില്. ഫസ്റ്റ് എന്താ? എക്കോയിങ് ഗ്രീൻ എന്ന ഹെഡിങ് കൊടുക്കാം. എന്നിട്ടോ ഫസ്റ്റ് വൺ മോർണിംഗ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് സ്റ്റാൻസ് അതുപോലെ എടുത്തെഴുതാം. നെക്സ്റ്റ് ഡ്യൂറിംഗ് എന്ന് ഹെഡിങ് കൊടുക്കാം, സെക്കൻഡ് സ്റ്റാൻസ് എടുത്തെഴുതാം. ലാസ്റ്റ് ഈവനിങ് എന്ന ഹെഡിങ് കൊടുക്കാം, എന്നിട്ടോ തേർഡ് സ്റ്റാൻസ് എടുത്തെഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോഴത്തേക്ക് എടുത്തിട്ട് വരിക. ദിയ, ടേൺ ഓൺ യുവർ വീഡിയോ. അത് മനസ്സിലായ കാര്യമല്ലേ? രാവിലത്തെ കാര്യങ്ങളെ കുറിച്ച്, മോർണിംഗിനെ കുറിച്ച് പറയുന്നുണ്ട്, ഡ്യൂറിംഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പകൽ നടക്കുന്ന സമയത്ത് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ലാസ്റ്റ് എന്ത് കൂടി പറയുന്നുണ്ട്? ഈവനിങ്, ആ സ്പോർട്സിന് എൻഡും കൂടി പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? കുഞ്ഞു കാര്യമാണ്. മനസ്സിലായില്ലേ? ഇനി നോക്കാം. ഇനി page number 22. Tick all the things the poet is describing in the poem. Tick all the things the poet is describing in the poem. Okay, പോയറ്റ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയത്തിൽ ഡിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എഴുതാൻ, ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, എ ബ്യൂട്ടിഫുൾ സണ്ണി സ്പ്രിംഗ് ഡേ. എ ബ്യൂട്ടിഫുൾ സണ്ണി സ്പ്രിംഗ് ഡേനെ കുറിച്ചിട്ടാണോ നമ്മൾ പോയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ആണോ? സേ യെസ് ഓർ നോ. നോക്കട്ടെ, അറിയോന്ന്. ഫെയ്ത്ത് പറയണ അല്ലാന്ന്. ഫെയ്ത്ത് ഏതോ ലോകത്താണ്. ഞാൻ ഇനി വന്നു കഴിഞ്ഞ പിന്നെ അടുത്ത് തന്നെ തരും ഫെയ്ത്തിന്. കേട്ടല്ലോ? കുഞ്ഞുകളിൽ നിർത്തിയ ഫെയ്ത്ത് പഠിക്കുന്ന കാര്യം വരുന്ന സമയത്ത് എന്തിനെ കുറിച്ചാ? സ്പ്രിംഗ് സീസൺ. എ ബ്യൂട്ടിഫുൾ സണ്ണി സ്പ്രിംഗ് ഡേ. ഫസ്റ്റ് സ്റ്റാൻസ് എടുത്തൊന്ന് വായിച്ച ഫെയ്ത്തെ. റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ് ഓഫ് ദ പോയം. Faith, turn on your video. Happy the skies. Read. The merry bell ring to welcome the spring. The sky lark and thrush, the birds of the bush sing. To welcome the spring. Sing Spring louder around. Spring കണ്ടോ ഫെയ്ത്ത്? കണ്ടു. അപ്പൊ ഇതെന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? It is about a beautiful spring day. So take the first one. Take the first one. Take the first one. Next, second one. People playing in the meadow. People playing in the meadow. Is it true? No. അപ്പൊ ടിക്ക് ഇടണോ അതിന്?
People ആണോ അവിടുന്ന് കളിക്കുന്നത്? അല്ല. അല്ലേ? Next, third one. Children playing games in the meadow. Children playing games in the meadow. ശരിയാണോ? പറഞ്ഞേ. കുട്ടികളെ മെഡോന്ന് കളിക്കുന്നുണ്ടോ? Yes. So, tick the third one. Tick the third one. Tick the third one. Next, fourth one. Older people watching. Older people watching the games. Older people watching. Is it true? Yes. Then take that one also. Take the fourth one. Take the fourth one also. Next, fifth one. Fifth one. Older people thinking about their youth. Older people thinking about their youth. Yes, correct. Take the fifth one. Take the fifth one. Sixth one. Older people asking children to rest. Older people ask children to take rest. But true or false? It's a false statement. Okay. And seventh one. Children tired at the end of the day. Children tired at the end of the day. Is it true, Faith? Dia? Is it true? Yes. Okay. So take the last one, seventh one. Okay. See, the line in the poem are quite short and also rhyme regularly. Pick out 3 sets of rhymes. What do you mean by rhyming words? What do you mean by rhyming words? എന്താ rhyming words എന്ന് പറഞ്ഞാല്? Dia, turn on your video. എന്താ അൻമരിയ rhyming words എന്ന് പറഞ്ഞാല്? Rhyming words എന്ന് പറഞ്ഞാൽ എന്താണ്? പറയും. Words that have similar ending sounds are known as rhyming words. Rhyming words എന്ന് പറഞ്ഞാൽ എന്താണ്? Words that are ending with same sounds are called rhyming words. Rhyming words എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപോലെ അവസാനിക്കുന്ന ഒരേ സൗണ്ടിൽ അവസാനിക്കുന്ന വേർഡ്സ് നമ്മൾ എന്ത് പറയും? റൈമിംഗ് വേർഡ്സ് എന്ന് പറയും. ഈ പോയത്തില് ഒരുപാട് റൈമിംഗ് വേർഡ്സ് ഉണ്ട്. കണ്ടോ നിങ്ങള്? All of you take the poem. Take the poem, the echoing green. അതിൽ നോക്കുക. The sun does arise, arise. Next line, and makes the happy skies, arise and skies. എല്ലാ ലൈന്റെയും അവസാനത്തെ വേർഡ്സ് നോക്കുക. First one, arise, skies. അതൊരു സെറ്റ് അല്ലേ? Arise, skies. രണ്ടും ഒരേ സൗണ്ടിലാണ് അവസാനിക്കുന്നത്. Next, ring, spring. Ring, spring. Write. Write it in the textbook itself. Textbook തന്നെ എഴുതാം. First one, arise, skies. Another one, ring, spring. Ring, spring. Next, thresh, bush. Thresh, bush. Around, sound. Around, sound. Seen, green. Seen, green. എഴുതുന്നുണ്ടോ ഷോൺ? Seen, green. Seen, green. Next one ഒന്ന് പറഞ്ഞേ ഷോണേ. രണ്ട് റൈമിംഗ് വേർഡ്സ് പറഞ്ഞേ. Hair care.
എന്തോ ഹെയർ കെയർ. Oak folk. Oak folk. Next. Place. Joyce boys. Joyce boys. Scene green. Scene green. Very merry. Very merry. Decide end. Descent end. Mother's brothers. Mother's brothers. Nest rest. Nest rest. Scene green. Scene green. Fate എഴുതിയോ മോനെ? Fate 2-3 എഴുതിക്കോ. റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ എന്താണെന്ന് ഇപ്പൊ പറഞ്ഞത്. ഒരേപോലെ എൻഡ് ചെയ്യുന്ന, ഒരേ സൗണ്ട്സിൽ എൻഡ് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ എന്ത് പറയാ? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാ. ഓക്കെ, അതായത് സൗണ്ട് റൗണ്ട് ഒരേപോലെ എൻഡ് ചെയ്തത് ഉണ്ട് എന്നല്ലല്ലോ അവസാനിക്കുന്നത്. അതുപോലെ ഈ പോയത്തിൽ നിറയെ എന്താണുള്ളത്? റൈമിംഗ് വേർഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ arise skies. കണ്ടോ? ഫെയ്ത്ത്, look at your textbook page number 21. poem നോക്കുക. first beginning. arise skies, ring string, thresh bush, around sound, scene green, hair care. ഇഷ്ടമുള്ള 5-6 അവിടെ എഴുതി വെച്ചോ, സ്പീഡില് എഴുതി. ഓക്കെ, മേക്ക് ഇറ്റ് ഫാസ്റ്റ്. വെയിറ്റ്. Work with your partner. Look up a dictionary for the meanings of these words. Enrichment activities നമ്മൾ മുഴുവനും ചെയ്യാൻ പോകുന്നില്ല, കാരണം ഇത് എക്സാമിന് വരില്ല എന്നാണ് എൻ്റെ ഒരു, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ്. ഇത് എക്സാമിന് വരാൻ സാധ്യതയില്ല. പിന്നെ work with your partner. Look up a dictionary for the meanings of these words. Make as many sentences as you can with each word to bring out the different meanings. ഇംഗ്ലീഷിന് ഒരു എന്താ ഒരു സവിശേഷത എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം എന്താ, ഒരു വേർഡിന് ഒരുപാട് മീനിങ്സ് ഉണ്ടാവാം, ഒരു വേർഡിന് തന്നെ ഒരുപാട് മീനിങ്സ് ഉണ്ടാകാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കുക, ലുക്ക്, ബ്രൈറ്റ്, യൂണിഫോം, ബ്രേക്ക്, കോർണർ. നിങ്ങൾ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേർഡിന്, ലുക്ക് എന്നുള്ള ഒരു വേർഡിന് ഒരുപാട് മീനിങ്സ് കണ്ടെത്താൻ പറ്റും. ഒരുപാട് മീൻസ് ഒന്നിലധികം മീനിങ്സ് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഒരു മീനിങ് മാത്രമായിരിക്കില്ല ഉണ്ടാവുക. ഓക്കെ, ബ്രൈറ്റ്, യൂണിഫോം, ബ്രേക്ക്, കോർണർ, ലുക്ക്. എന്താണ് ലുക്ക് എന്നുള്ള വേർഡിന്റെ മീനിങ്? ലുക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുക്ക്, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ലുക്ക്? എന്താ ലുക്ക്? ഒന്ന് നോക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്, നോക്കുക. പിന്നെയോ കാത്തിരിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട് ലുക്കിന്. പിന്നെ പരിശോധിക്കുക, പരിശോധിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. കാണുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. കാത്തിരിക്കുക എന്നുള്ളൊരു മീനിങ് ഉണ്ട്. പിന്നെയോ പിന്നെന്താ കൊണ്ട്? ശ്രദ്ധിക്കുക എന്നുള്ളൊരു മീനിങ് ഒന്നും കൂടി എഴുതുന്നുണ്ട്, ലുക്കിനുണ്ട്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ സെന്റൻസ് പറയാം, 2 സെന്റൻസ് പറയാം. Let's have a closer look at the kittens. Let's have a closer look at the kittens. എന്താ അതിന്റെ മീനിങ്? Let's have a closer look at the kittens. എങ്ങനെയാവാ അതിന്റെ മീനിങ്? നമുക്ക് നമ്മുടെ കിറ്റൻസ്, നമ്മുടെ പൂച്ചക്കുട്ടികളെ നന്നായിട്ട് നോക്കേണ്ടതുണ്ട് അല്ലേ? ഓർ പരിശോധിക്കേണ്ടതുണ്ട്. ഏത് രീതിയിലും വേണമെങ്കിലും മീനിങ് വരാം. അതുപോലെ തന്നെ the principal said she would look into the matter. The principal said she would look into the matter. പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുണ്ട് അവൾ എന്ത് ചെയ്യുന്നേ? അവള് ഈ കാര്യം പരിശോധിക്കുമെന്ന്. അവിടെ ഏത് മീനിങ് എടുക്കേണ്ടത്? ലുക്കിന് പരിശോധിക്കുക, കാണുക എന്നുള്ള മീനിങ് അല്ല അവിടെ എടുക്കേണ്ടത്.
പ്രിൻസിപ്പാൾ ആവുന്ന സമയത്ത് മാറ്റർ എന്ത് ചെയ്യേണ്ടത്?